ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഉന്നക്കായിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 4 പഴം ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വേണം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലുള്ള ബ്ലാക്ക് സീഡ്സ് നമുക്കൊന്ന് എടുത്തു മാറ്റണം. ഞാനിപ്പോൾ എല്ലാ പഴത്തിൻ്റെയും ആ ബ്ലാക്ക് സീഡ് ഒന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് നന്നായിട്ട് വേവിച്ച ബീഫ് കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മുഴുവൻ ബീഫ് കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ ഉള്ളിയുടെ റോ ഫ്ലേവർ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ ഈ മസാല നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലോട്ടേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിൽ ഒരല്പം എണ്ണ തടവിയിട്ട് നമുക്കിതിൽ നിന്ന് ഓരോ ബൗളും എടുത്ത് ഇതുപോലെ ഒരു ബോൾ ഷേപ്പ് ആക്കി മാറ്റണം. ഇതുപോലെ നമുക്കൊരു ബോൾ ഷേപ്പ് ആക്കി മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് പ്രസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും ആദ്യം ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും കവറാവുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഷേപ്പാക്കി ഈ ഒരു രീതിയിൽ വേണം ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലാ ഉന്നക്കായും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോ ഉന്നക്കായും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് കുക്കായി കിട്ടാൻ ഏകദേശം ഒരു 2 മിനിറ്റ് വേണം. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ സൈഡും ഇതുപോലെ ഒരു 2 മിനിറ്റ് കുക്കാക്കി എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉന്നക്കായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ബീഫ് ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.